ആണും പെണ്ണും ഇനി ഒന്നിച്ചിറങ്ങുക. ആണും പെണ്ണും പുതിയ പുതിയ കാലത്തിൻ്റെ കാഴ്ചകളാണ്. പൊറാട്ടയും ഇറച്ചി പൊറാട്ടയും തിന്നാൻ വേണ്ടി നേരം വിളിക്കുമ്പോൾ ഹോട്ടലിന് മുന്നിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ കാറ് കൊണ്ടുവന്നിട്ട് ക്യൂ നിൽക്കൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ദിവസം കാണും. പെണ്ണുങ്ങൾ ഇല്ലേ? ഇവിടെ ഇത്ര പെണ്ണുങ്ങളാ കാത്തിക്കുക. ആ പേരിലൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതൊക്കെ ഒരു അവസാന കാലത്തിൻ്റെ അടയാളമാണ്. ആ പെണ്ണുങ്ങളെ കണ്ടാൽ തന്നെ ഖിയാമത്ത് നാളിനെ കണ്ടു കഴിഞ്ഞു. അല്ല, ഒരിക്കൽ കുറച്ച് പൊടി കൊണ്ടിട്ട് കലക്കി പറന്ന് വെള്ളപ്പോ മറ്റുണ്ടാക്കി കൊടുത്ത് കുട്ടികൾക്കും ജോലും കഴിച്ചാൽ അതിൻ്റെ രസം എത്രയാണ്. റോട്ട് മക്കത്ത് കാത്തിക്കുക. എന്തിന്? പൊറാട്ട തിന്നാൻ. തിന്നണത് എന്താ പറയാ? തിന്നണത് എന്താണ്? പൊറാട്ടന്. അത് തിന്നാ പെണ്ണുങ്ങൾ ക്യൂ നിൽക്കുക. എത്ര പെണ്ണുങ്ങളുണ്ടാകില്ലയോ? പക്ഷെ അങ്ങോട്ട് മിഞ്ഞാന്നല്ലേ നമ്മൾ പോന്നപ്പോൾ അത്ര 2-3 വട്ടം ഹോട്ടൽ ഫുള്ളാക്കിയാലും ഇപ്പോൾ തീരൂല. അത്ര ക്യൂ നിൽക്കുക. കാറുമ്മ ചാരി നിൽക്കുക, വർത്താനം പറയാ, ചിരിക്കുക, കളിക്കുക. ആ പെണ്ണുങ്ങൾ നല്ല ശമനം പാൻ്റ് ഇട്ട് കൊണ്ടുപോകുക. ചെറിയ ടോപ്പും പാൻറ്റും. ഇന്ന് യുവതികളെ മുഴുവൻ വസ്ത്രം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആരും പറഞ്ഞാൽ നമ്മൾ സദാചാര പോലീസായി മുദ്ര കുത്തപ്പെടും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാ നിലയിലും ഇനി ഖിയാമത്ത് നാൾ തിരിയാത്തൊരു കൂട്ടരുണ്ടെങ്കിൽ ഇന്നെപ്പോഴത്തെ തലയെ കിട്ടരു മാത്രം. ഖിയാമത്ത് നാളായി കഴിഞ്ഞു. ഇനി ഒന്നും ആക്കാല്ല. ഒക്കെ ആയി, സമയം കഴിഞ്ഞു. ഇല്ല, നീ പെണ്ണുങ്ങൾ തെറാപ്പി കഴിഞ്ഞ് പുറത്തിറങ്ങും. തെറാപ്പി കഴിഞ്ഞിട്ട് കൊടുക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളുണ്ടല്ലോ ഇപ്പോൾ, ഇല്ലേ? അതാ ഉപ്പിലിട്ട്, അങ്ങനെ ഉപ്പിലിട്ട് തിന്നാൻ എൻ്റെ കിഡ്നി പോകും. പെരി പോയി ബുക്കിൽ എഴുതി വെച്ചാൽ റഹ്മത്തുള്ള പറഞ്ഞിട്ടുണ്ട്, ഉപ്പിലിട്ട് തിന്നാൽ കിഡ്നി പോകുന്നു. പണ്ടൊക്കെ ഉപ്പിലിട്ടില്ല. പണ്ടത്തെ ഉപ്പിലിട്ടില്ലടാ, അല്ല ജായിലെ ഇപ്പത്തെ ഉപ്പിലിടല്. പണ്ട് ഉപ്പ് കയറാൻ വേണ്ടി 2 മാസം കാത്തുക്കും. ഇപ്പോഴോ എങ്ങനെ ദിവസം ഉപ്പിലിട്ട് കിട്ടുക? പൊട്ടന്മാരെ, നിങ്ങളൊക്കെ എവിടുന്ന വരുന്നത്? പറയും. ആണുങ്ങളുണ്ടെങ്കിൽ വാദപ്രതിവാദത്തിന് വരും. ആണുങ്ങളുണ്ടെങ്കിൽ വരും. പഴയ കാലത്ത് ചീനഭരണി നിൻ്റെ പെരിയ തറവാട്ടിലും ഉമ്മാൻ്റെയും ബാപ്പാൻ്റെ അടുത്തേക്ക് കൃത്യമായി നമ്മൾ കാണുന്നതാ. എന്ത് മാങ്ങാക്കാലം വന്നാൽ എന്ത് ചെയ്യും? മാങ്ങ ഉപ്പിലിട്ടേക്കും. മാങ്ങ നല്ല ചെനച്ച മാങ്ങ കണക്കാക്കിയിട്ട് വലിയ ചീന ഭരണി നിറച്ച് ഉപ്പിലിട്ടേക്കും. ഇനി ആ ഉപ്പ് ഭരണി തുറക്കണമെങ്കിൽ 2 മാസം കഴിയണം. കാരണം ഈ ഉപ്പ് ഈ വെള്ളത്തിൽ പിടിച്ച് ഇതെന്തിലേക്ക് കയറണം? മാങ്ങയൊക്കെ കയറിയിട്ട് ഉപ്പ് മാങ്ങയൊക്കെ കയറണമെങ്കിൽ 2 മാസം. ഇത് എവിടുന്ന മനുഷ്യന്മാരെ ദിവസം ഉപ്പിലിട്ട് കിട്ടുക? അറിയാതെ എവിടുന്ന് കിട്ടുക? ഇത് ഉപ്പല്ല ചങ്ങായി, ഇത് കെമിക്കലാണ്. ഈ ഭക്ഷണത്തിലേക്ക് പെട്ടെന്ന് പുളിരസം കയറ്റാനുള്ള കെമിക്കലുകൾ, ആ കെമിക്കലിലിട്ട 2 മണിക്കൂർ മതി. പഴയ കാലത്ത് 2 മാസം 3 മാസം മുമ്പ് ഉപ്പ് മാങ്ങ, മനസ്സിലായില്ലേ? നമ്മളെ പേരിലൊക്കെ തറവാട്ടിലൊക്കെ ഉപ്പുമാങ്ങ ഇല്ലേ? വയസ്സായവർ പറയും, സത്യല്ലേ? തറവാട്ടിലൊക്കെ ഉപ്പുമാങ്ങ ഉണ്ടായിരുന്നു. എന്തേ ഉപ്പിലിട്ട് 3 മാസം മുമ്പ് വെക്കും. ഇന്ന് 1 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അതേ ഉപ്പ് രസം കയറും. അത് എന്തല്ല, ഉപ്പല്ല ചങ്ങായി, അത് കെമിക്കലാണ്. എൻ്റെ കിഡ്നി പോവും. എന്താണ് പറഞ്ഞാൽ മനസ്സിലാക്കാത്തതൊക്കെ? ഇത് ഉപ്പല്ല മനുഷ്യ, ഉപ്പിന് അങ്ങനത്തെ കഴിവില്ല. ഉപ്പാണെങ്കിൽ അത് മെല്ലെ കയറുള്ളൂ. ഇത് ദിവസം ഒരു മാങ്ങ വാങ്ങും, ദിവസം ഈ കെമിക്കലും കയറ്റും. ഇത് മനസ്സിലാണ്ട് പറഞ്ഞത്. മാങ്ങ ഒക്കെ, പക്ഷെ കെമിക്കൽ എങ്ങനെ കയറി? ഈ ഉപ്പ് എങ്ങനെ കയറി? അത് ഉപ്പല്ലാത്തോണ്ട് കയറി. ഉപ്പാണെങ്കിൽ കയറൂല. അപ്പൊ ഇന്നത്തെ ഉപ്പിലിട്ടത് എന്തിൽ ഇട്ടതല്ല, ഉപ്പിലിട്ടതല്ല ഞങ്ങൾ കെമിക്കലിട്ടതാണ്. ചുങ്കത്ര ക്രിസ്ത്യൻ പള്ളിയിലെ അച്ഛനും ഞാനും കൂടെ മദ്യ നിരോധന സമിതിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു മലപ്പുറത്ത്. അപ്പം ഞാനും ഉണ്ട്, അയാളും ഉണ്ട് അതിൽ. അപ്പോൾ ഞാൻ പിന്നെ നമ്മളെ വണ്ടിയിൽ തന്നെയാണ് അച്ഛനും വന്നത്. ആ 2ആളും യാത്ര ചെയ്തു. ആ മദ്യനിരോധന പരിപാടിക്ക് എല്ലാ മതക്കാർക്കും യോജിക്കാവുന്ന പരിപാടിയാണ്. കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, പിന്നെ ഉസ്താദെ, നിങ്ങളെ പള്ളികളിൽ നിർബന്ധമായി ഈ ഉപ്പിലിട്ടതിനെക്കുറിച്ച് പറയണം. ഞങ്ങൾ ചർച്ചിൽ അത് കൃത്യമായി വിവരം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ കുട്ടികൾ പരമാവധി ഇത് മാറിയിട്ടുണ്ട്. അതേ സമയത്ത് ഇതിന് മാറാത്ത
കൂട്ടർ നിങ്ങളെ കുട്ടികളാണ്. അത് കാരണം നമ്മളെ കുട്ടികളും അതിൽ പെട്ടുപോകുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. അവർ തമ്മിൽ സ്നേഹിതന്മാരും സ്നേഹിതകളും ആയിരിക്കും. അപ്പോൾ ഞങ്ങളെ കുട്ടികൾക്ക് പള്ളിയിൽ നിന്ന് ഞങ്ങൾ കൃത്യമായി ഗൈഡ് ലൈൻ കൊടുക്കുന്നുണ്ട്. എന്ത്? ഉപ്പിലിട്ടത് കഴിക്കരുത്. ഉപ്പിലിട്ടത് എന്തല്ല, ഉപ്പല്ലാതെ കെമിക്കലാണ്. അത് നിങ്ങളെ പള്ളിയിൽ നിന്ന് കൊടുക്കണില്ല. അത് കാരണമായിട്ട് നിങ്ങളെ പെൺകുട്ടികളും ആൺകുട്ടികളും ആവേശത്തിൽ കഴിക്കാൻ ഈ സാധനം ഒന്ന് പ്രസംഗിക്കണേ എന്ന് നിങ്ങളെ പള്ളികളിൽ ഒന്ന് പ്രസംഗിക്കുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്യണമേ എന്ന് കൊല്ലങ്ങൾക്കും എന്നോട് അച്ഛൻ പറഞ്ഞു. ഈ ചുങ്കത്തറ പള്ളിയിലെ ക്രിസ്ത്യൻ പള്ളിയിലെ അച്ഛൻ. ഈ സാധനമാണ് ഈ കാഞ്ഞ പള്ളേക്കൺ കയറ്റുന്നത്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ ഉപ്പിലിട്ട് കഴിക്കാൻ വേണ്ടി ആയിട്ട് ഇറങ്ങും. അതെന്താണെങ്കിൽ തിരക്കോട്ടെ, ആയിക്കോട്ടെ. ഉപ്പെന്നെ പരിധിയിൽ കൂടാൻ പാടില്ല. ഉപ്പ് കൂടിയാൽ പ്രഷർ കൂടും. പ്രഷർ കൂടിയാൽ അലൈൻമെൻറ്റ് തെറ്റും ശരീരത്തിൻ്റെ. മനസ്സിലായില്ല? ഉപ്പ് കൂടാൻ പാടില്ല. ഉപ്പ് കൂടി ആക്കൽ കുറയും. എന്താ പിന്നെ ആക്കലൊന്നും ഇപ്പോൾ ആർക്കും ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ കുറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഉപ്പ് കൂടിയാൽ എന്ത് കുറയും? ആക്കൽ കുറയും. ഉപ്പ് കൂടിയാൽ ആക്കൽ കുറയും. ഉപ്പ് കൂടാൻ പാടില്ല. പഴയ കാലത്ത് ഉപ്പ് കൂടുതലിട്ട പാപ്പ ഉമ്മ ബുദ്ധി പറയും. പിന്നെ വെറുതെ എനിക്ക് ബുദ്ധി പറയുന്നത്. ഉപ്പ് ഒരു കല്ലും കൂടി വേണമെന്ന് പറഞ്ഞാൽ ഉമ്മ തരൂല, ബുദ്ധി പറയും. അവർക്കൊക്കെ ഒരു വിവരം ഉണ്ടായിരുന്നു. നമുക്ക് ശാസ്ത്രീയ അറിയുള്ളൂ, വിവരമില്ല. എൻ്റെ അമ്മക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് മദ്രസും ഈ സ്കൂളും പഠിക്കാത്ത, മദ്രസ മാത്രം പഠിച്ച അമ്മയാണ്. ആ അമ്മക്ക് അന്തണ്ടായിരുന്നു. ഒരു കല്ല് ഉപ്പ് ഇറച്ചി വെച്ചാൽ കൊടുക്കൂല, ബുദ്ധി പറയും. ഇന്ന് ഈ ഉപ്പിലിട്ട് തിന്നാൻ ഒരു മടി പെണ്ണിനുമില്ല ആണിനുമില്ല. ഉപ്പ് കൂടിയാൽ എന്ത് കുറയും? ആക്കൽ കുറയും. പഠിച്ചു നോക്കടോ. ഉപ്പ് കൂടിയാൽ ആക്കൽ കുറയും, പ്രഷർ കൂടുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം. അതിനൊന്നും നമ്മൾ പുറത്തിറങ്ങരുത്. അതൊന്നും നമ്മളെ പണിയല്ല. ഇപ്പോൾ ഹോട്ടലൊക്കെ പൂട്ടി, ഇനി ഇതൊക്കെ വൈകുന്നേരം തുറക്കും. തറാവി കഴിഞ്ഞിട്ട് മാത്രം ആണും പെണ്ണും വർത്താനം പറഞ്ഞ് റോട്ടുമ്മൽ നിന്ന് തിന്ന ഈ ഇതൊക്കെ. അപ്പൊ എന്ത് ഫൈന്നഹു ലഹു വിജാഹ്, നോമ്പ് അവന് പരിചയമാണ് എന്ന് മുസ്തഫാ നബി പറഞ്ഞ അതേ പരിചയം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമുക്കിന്ന് ഷഹ്വാത്ത് കൂടിയിട്ടേ ഉള്ളൂ, വിചാരങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ചിന്തിക്കണം. പണം കൂടിയാലും ഇങ്ങനെയൊക്കെ കൂടും. ചില നാടുകളെ പറ്റി എനിക്കറിയാം. അവിടെ തോന്നിയാസം കൂടെ റമദാൻ മാസത്തില്. എന്തുകൊണ്ട്? പണം കൂടുതലുണ്ട്. പ്രത്യേകിച്ച് അറബ് നാട്ടിലെ എല്ലാ തമ്മാടിത്തരം റമദാനിലായിരിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ. നേരം വെളുക്കണവരെ ആണും പെണ്ണും നടക്കും. നേരം വെളുക്കണവരെ ആണും പെണ്ണും നടന്നാൽ എന്തുണ്ടാവും? നേരം വെളുക്കണത് വരെ ആണും പെണ്ണും നടന്നാൽ എന്ത് നടക്കും? തിന്മ നടക്കും, തോന്നിയാസം നടക്കും. അറബ് നാടുകളെ കുറിച്ച് 20 കൊല്ലം മുമ്പേ പറയാൻ എനിക്കറിയാം. അവിടെ എല്ലാ വ്യഭിചാരവും അധികരിക്കൽ എന്നാണ് റമളാനിൽ. കാരണം റമളാനിൽ പകല് നേരം വെളുക്കുന്ന വൈകുന്നേരം വരെ കിടന്നുറങ്ങും, രാത്രിയോ ആണും പെണ്ണും പുറത്തിറങ്ങും. ആ സംസ്കാരം ഒരു കാലത്ത് നമ്മളെ നാട്ടിലില്ല. ഇപ്പൊ നമ്മളെ നാട്ടിലേക്ക് ഇത് വരികയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്. ഇതൊക്കെ നമ്മളെ നാട്ടിലെ നന്മ, പരിശുദ്ധമായ നന്മകൾ, വിശുദ്ധികൾ, ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ട് നാട് തന്നെ നശിക്കാൻ പോവുക. അപ്പോൾ ഇതിലൊന്നും ഇന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ആരെ മക്കളും പുറത്തിറങ്ങുന്ന കാലമാണ്. ഒരാൾക്കും ഒരു നായ്ക്കുട്ടിയെ പോറ്റി വളർത്തലാണ് സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാൾ നല്ലത്. അതാണ് ഖിയാമത്ത് നാളിൻ്റെ തൊട്ട് മുമ്പ് അങ്ങനെയായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ ആ വിഷയം, ആ ചാപ്റ്റർ ഞാൻ അവസാനിപ്പിക്കണം. കുറച്ച് കാര്യം കൂടി നാവിനെ പറ്റി പറഞ്ഞാൽ അവസാനിപ്പിക്കും. ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കണം. ഗൗരവമായ വിഷയങ്ങളാണ് ഇന്ന് ഈ സംസാരത്തിലൊക്കെ പറഞ്ഞത്. എല്ലാം ശ്രദ്ധിക്കുക. അനാവശ്യമായ കൂട്ടുകൂടൽ മറ്റൊന്നും വേണ്ട. അപ്പം നല്ലൊരു വീടാണ് എങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ഒതുങ്ങണം, ഭാര്യയും ഭർത്താവിന് ഒതുങ്ങണം. അങ്ങനെയാണ്, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുങ്ങണം. തറാവീഹ് നിസ്കരിച്ചു, മൂപ്പര് പള്ളിക്ക് നിന്ന് വേഗം വന്നു. ഇനി പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇശ ജമാഅത്ത് കഴിഞ്ഞ ഉടനെ തന്നെ മൂപ്പര് ഇങ്ങോട്ട് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് വീട്ടിൻ്റെ മുറ്റത്തോ മറ്റോ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിലെ പ്രധാന മുറിയിലോ ഒക്കെ വലിയ മുറിയിലോ ഒക്കെ ഒരു തറാവീഹ് നടത്തി ജമാഅത്ത് ഇമാമ തന്നെ. എൻ്റെ പരിയിൽ ഞാനുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ഇമാമാവുക. അപ്പോൾ അയൽവക്കത്ത് നിന്ന് കുറച്ച് പെണ്ണുങ്ങളും വരും,
ലൈറ്റഡ് ഓഫാക്കും. അപ്പോൾ ആരെയും കാണൂല. പുറത്തെ ലൈറ്റ് മൊത്തം ഓഫാക്കും. എന്നിട്ട് തറാവിസ്കരിക്കും. കൊല്ലങ്ങളായി അങ്ങനെയാണ്. ഈ കൊല്ലം അങ്ങനെ. ഇപ്പം ഇന്നലെ തറാവി നടന്നു. അങ്ങനെ തന്നെ ഞാൻ ഇമാമത്തുക്കും ദുആ ചെയ്യും. അപ്പോൾ നമ്മളെ പരിസരവാസികൾ അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായി അലക്കി തേച്ച കുറേ വാക്കല്ലാതെ ഹൃദയം തുറന്ന് അള്ളാഹുവോട് പറയാൻ കഴിയും. എല്ലാവരും ആ പരിസരത്തെ ആളുകളൊക്കെ വിഷമങ്ങൾ നമുക്കറിയും, നമ്മളെ വിഷമം അവർക്കും അറിയും. മനസ്സിലാവുകൊണ്ട് പറഞ്ഞത്. ഞാൻ പള്ളിക്ക് പോകണ്ടെന്നല്ല പറയണത്. പള്ളിയിലെ മാറ്റി കഴിഞ്ഞ് തറാവി വീട്ടിൽ നടത്തുന്ന കുടുംബങ്ങളുണ്ട്. എൻ്റെ പോലെ പണ്ടേ അങ്ങനെയാണ്. ആ പരിസരത്ത് കുറച്ച് ആളുകളും വരും. ഞാനുണ്ടെങ്കിൽ ഞാൻ ഇമാമക്കും, ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾ സൗകര്യമാണെങ്കിൽ ഒരു ഇമാമക്കും. അങ്ങനെ ഞാൻ ഇല്ലെങ്കിൽ ഭാര്യ ഇമാമത്തുക്കും. അങ്ങനെയാണ്. എൻ്റെ വീട്ടിൽ കുറേ കാലങ്ങളായി അങ്ങനെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? എന്നിട്ട് കഴിഞ്ഞ് വേഗം വീട്ടിൽ പോകുക. വീട്ടിൽ പോയാൽ പിന്നെ അവിടുന്ന് ഇറങ്ങരുത് അനാവശ്യമായി. പിന്നെ മൊബൈലിനൊരു സമയം വെക്കുക. സോഷ്യൽ മീഡിയ 1 മണിക്കൂർ മാത്രമേ ഉപയോഗിക്കൂ എന്ന് വെക്കുക. സോഷ്യൽ മീഡിയ 1 മണിക്കൂർ ഉപയോഗിക്കൂ എന്ന് വെക്കുക. അത് രാവിലെ ആയിക്കോട്ടെ, രാവിലെ 7 to 8. പിന്നെ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കണ്ട. ഇനി പറയാൻ പോണത് ഇത് വേണം. ഇതിൽ ഇനി അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം വരാനില്ല. അപ്പോൾ എനിക്ക് മൊബൈലുണ്ട്. ഞാൻ എന്താ നടക്കുന്നൊന്നും എനിക്കറിയില്ല. ചിലവരിങ്ങനെ പറയും അത് നടന്ന് നിങ്ങൾ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്കറിയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ല. അതെനിക്കല്പം കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ സ്വയം വെടിവെച്ച് മരിച്ചു എന്നുള്ളത് മരിച്ചിട്ട് പിന്നെ ഒരാഴ്ച 2 ആഴ്ച ഞാനറിയുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. 2 കാര്യം കൊണ്ട് അറിഞ്ഞിട്ടില്ല. ഒന്ന്, ഞാൻ പത്രം വായിക്കില്ല. ഇനിയിപ്പോൾ അയാൾ മരിച്ചു ഞാൻ അറിയേണ്ട എന്താ കാര്യം? മരിച്ചു അല്ലേ, ഇതിൻ്റെ കാര്യമുണ്ട്. അല്ല, അയാൾ മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ അറിയേണ്ട ഒറ്റ കാര്യം, കറണ്ട് ബില്ല് കൂടുന്നതാണ്. അത് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിലും കറണ്ട് ബില്ല് കൃത്യമായി വരികയും ചെയ്യും. ബേജാറാണ്ട്. പിന്നെ ഇപ്പോൾ വോട്ടാകണത് നമ്മൾ പത്രത്തിൽ കൂടെ അറിഞ്ഞില്ലെങ്കിൽ. ഇപ്പോൾ ഇതൊന്നും ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയ തുറക്കണ്ട. നിങ്ങളടിയിൽ ഇതൊന്നും തുറക്കാത്ത ഒരാളാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങളുടെ എന്ത് കമ്മിയാണ് എനിക്കുള്ളത്? ഒന്നും നോക്കില്ല. അത് നോക്കി ആ നേരെ നമുക്ക് നഷ്ടപ്പെടും. 1.5 ഹറാമിലേക്ക് നമ്മൾ പോകും. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്ത് തുറന്നാലും അതിൽ കാണാനുള്ളത് ഈ പെണ്ണുങ്ങളെയാണ്, അല്ലെങ്കിൽ ആണുങ്ങളെയാണ്. പെണ്ണാണിനെ കാണും, ആണ് പെണ്ണിനെ കാണും. അത് ഖൈറല്ല. ഒരു അത്യാവശ്യത്തിന് ഉപയോഗിക്കേണ്ടെന്ന് ഞാനോട് പറയണില്ല. ഒരു അത്യാവശ്യത്തിന് ഉപയോഗിച്ചോ, ആയിക്കോട്ടെ. എനിക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഒരു അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്നത് തെറ്റല്ല. അപ്പം സമയങ്ങൾ കൃത്യാക്കുക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഭക്ഷണം കൃത്യാക്കുക, സമയം കൃത്യാക്കുക. 1 മണിക്കൂർ മാത്രം, 1 മണിക്കൂർ 2 മണിക്കൂർ ഒരു വയറിൽ കേൾക്കണം. ആയിക്കോട്ടെ, ദിവസം ഒരു വയറിൽ കേട്ടോ, വയലോട് വയറിൽ അങ്ങനെ വേണ്ട. ഒരു വയറിൽ കേട്ടോ, 2 മണിക്കൂർ 1 മണിക്കൂർ 2 മണിക്കൂർ കേട്ടു കഴിഞ്ഞു, ഖലാസ്. ബാക്കി അമൽ ചെയ്തു. സുന്നത്തിന് ഫർദിന്റെ കൂലിയാണ്. ഒരു സുന്നത്തിന് ഫർദിന്റെ കൂലിയാണ് റമദാൻ മാസത്തിന്. അലിഫ് ലാം മീം എന്നതിന് അലിഫ് എന്ന് ഓതിയാൽ പഴയ കാലത്ത് റമദാൻ അല്ലാത്ത 10 കൂലിയാണ്. റമദാനിൽ 700 മുതൽ തുടങ്ങും. 70-ലും 700-ലും 7000-ലും അങ്ങോട്ട് പോവും. ഒരു അലിഫിന് അലിഫ് ലാം മീം ഒരു അലിഫിന്റെ കൂലി എത്ര? റമദാനാണ്. റമദാൻ മിൻ അസ്മാഇല്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹിന്റെ ഇസ്മുകളിൽപ്പെട്ടതാണ് റമദാൻ. അതുകൊണ്ടാണ് റമദാൻ വന്നു എന്ന് പറയരുത്. റമദാൻ ഷഹ്റു റമദാൻ റമദാൻ മാസം എന്ന് പറയണം. കാരണം റമദാൻ മിൻ അസ്മാഇല്ല അള്ളാഹിന്റെ ഇസ്മുകളിൽപ്പെട്ടതാണ്. എന്ത്? റമദാൻ മിൻ അസ്മാഇല്ല. റമദാൻ വന്നു എന്ന് പറയാൻ പാടില്ല, റമദാൻ മാസം വന്നു എന്ന് പറയാൻ പാടുള്ളൂ. അങ്ങനെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു പ്രധാനപ്പെട്ട കാലമാണ്, നഷ്ടപ്പെടേണ്ട. ഞാൻ അടുത്ത ശനിയാഴ്ചത്തെ ക്ലാസ്സിൽ ചില ഓത്തിൻ്റെ ആയത്തിനെയൊക്കെ റമദാനിൽ ഓതേണ്ട ഓത്ത് ദിക്റുകൾ ഞാൻ ശനിയാഴ്ച തഴയീൻ ചെയ്തു തരാം. നാളെ അള്ളാഹ് ക്ലാസ്സാണ്. ശനിയാഴ്ച ചില ആയാത്തുകൾ സൂറത്തുകൾ തഴയീൻ ചെയ്ത് ക്ലിയറാക്കി തരേണ്ടത് ഒക്കെ എഴുതി വെക്കണം. ശനിയാഴ്ച ഒന്ന് എഴുതി വെക്കണം. എന്താ പറയണമൊക്കെ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ഒക്കെ തഴയീൻ ചെയ്തു തരാം. ഓരോരുത്തർക്കും ഓരോന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അവനാണ് കഴിയണത് ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ ഫളായില് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ശനിയാഴ്ചത്തെ ക്ലാസ്സിൽ റമദാനിൽ ചെയ്യേണ്ട എൻ്റെ ആയത്തുകൾ പ്രത്യേകം ദായിമാക്കേണ്ട ആയത്തുകൾ രീതികൾ ഒന്ന് തഴയീൻ ചെയ്തു തരാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഈ അനാവശ്യമായതിനൊക്കെ നമുക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ്? മൊബൈൽ നോക്കിയാൽ കഴിയൂല. യാ അല്ലാഹു 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 യാ അല്ലാഹ് 12 മിനിറ്റ് കൊണ്ട് 1000 വട്ടം ചെല്ലാം. 12 മിനിറ്റ് കൊണ്ട് 1000 വട്ടം ചെല്ലാം.
അപ്പോൾ 2000 വട്ടം യാ അല്ലാഹ് എല്ലാം 24 മിനിറ്റ്. അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ചുരുങ്ങിയത് എനിക്ക് 2500 വട്ടം എന്ത് അല്ല യാ അല്ലാഹ് 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 യാ അല്ലാഹ്. 1000 വട്ടം കഴിഞ്ഞിട്ട് പഠിച്ചാണ് എൻ്റെ കാര്യം നേരാക്കി തരണം. നീ റബ്ബിനെ വിളിച്ചു. വലില്ലാഹിൽ അസ്മാഇൻ്റെ കൂടെ അല്ലേ കുട്ടികളെ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹു തആലാക്ക് അസ്മാഉൽ ഹുസ്ന ഉണ്ട്. ഫദ്ഉഹു ബിഹാ, അത് വെച്ചിട്ട് നിങ്ങൾ അവനോട് തേടണം. അപ്പോൾ യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു, അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ പേര് ഉച്ചരിക്കുമ്പോൾ. യാ റഹ്മാൻ യാ റഹ്മാൻ യാ റഹ്മാൻ യാ റഹ്മാൻ യാ റഹ്മാൻ യാ റഹീം യാ റഹീം യാ റഹീം യാ റഹീം യാ മലിക്കു യാ മലിക്കു യാ മലിക്കു യാ മലിക്കു യാ ഖുദ്ദൂസ് യാ ഖുദ്ദൂസ് യാ ഖുദ്ദൂസ് യാ ഖുദ്ദൂസ്. ആരുടെ പേരത്? അള്ളാഹിൻ്റെ പേര്. എന്നിട്ട് ഇടക്കിടക്ക് ദ്വാരുന്നോ? ഒരു 100 എണ്ണം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1000 എണ്ണം കഴിയുമ്പോൾ 12 മിനിറ്റ് കൊണ്ട് എന്ത് കഴിയും? 1000 യാ അല്ലാഹ് ചെല്ലാൻ എന്ത് മതി? 12 മിനിറ്റ്. 10-12 ചിലപ്പോൾ 10 മിനിറ്റ്, ചിലപ്പോൾ ഏറി വന്നാൽ 12 മിനിറ്റ് കൊണ്ട് യാ അല്ലാഹ് 1000 വട്ടം ചെല്ലാം. ഏറി വന്നാൽ ഈ ഉലഹറക്കത്താണെങ്കിൽ മെല്ലെ ചെല്ലാണെങ്കിൽ പോലും മെല്ലെ ഒരു മുഅ്തദിലായ ചെല്ലൽ, അല്ലാതെ കൂടിയിട്ടില്ല, സ്പീഡ് കൂട്ടിയിട്ടില്ല, കുറച്ചിട്ടില്ല, അങ്ങനെ ചെല്ലുകയാണെങ്കിൽ 12 മിനിറ്റ് കൊണ്ട് 1000 ചോട്ടം യാ അല്ലാഹ്. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇൻ്റെ ഇസ്മ വെച്ച് തേടണം. യാ അല്ലാഹ് എത്ര വട്ടം? എത്രയും വട്ടം 70,000 വട്ടം ചെല്ലിയ ഒരു ദിവസം. അതിനൊക്കെ ഇവിടെ സമയമുണ്ട്. 1440 മിനിറ്റാണ് ഒരു ദിവസം ഉള്ളത്. ഒരു ദിവസം 1440 മിനിറ്റ് ഉണ്ട് ഒരു ദിവസം. ഈ മൊബൈലാണ് കുറച്ചാൽ എന്തൊക്കെ ചെയ്യാം? അല്ലാഹ് പറഞ്ഞിട്ടില്ലേ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹു തആലാക്ക് പറയേ അസ്മാഉൽ ഹുസ്ന സുന്ദര നാമങ്ങളുണ്ട്. ഫദ്ഉഹു, അവനോട് നിങ്ങൾ ദുആ ഇറക്കേണ്ടത് ബിഹാ, അത് വെച്ചിട്ടായിരിക്കണം. പറഞ്ഞല്ലേ? പറയ കുട്ടി, അത് അല്ലാഹ് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ എന്നോട് ദുആ ഇറക്കുമ്പോൾ മുന്നിൽ എന്ത് വെക്കണം? അസ്മാഉൽ ഹുസ്ന വെക്കണം എന്ന് പറഞ്ഞില്ലേ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. ഖുർആനാണ് ഈ പറഞ്ഞത്. വലില്ലാഹി, അല്ലാഹുവിനുണ്ട്, അൽ അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ഹുസ്നയുണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് എപ്പോഴും അറിയുന്ന 99 ഉണ്ട്, അതല്ലാത്ത അസ്മാവ് വേറെയുണ്ട്. ഫദ്ഉഹു, മനസ്സിലായില്ലേ? ഫദ്ഉഹു, അവനോട് നിങ്ങൾ ദുആ ഇറക്കണം ബിഹാ, അസ്മാഉൽ ഹുസ്ന വെച്ചിട്ട്. യാ അല്ലാഹ് യാ അല്ലാഹ് യാ 1000 വട്ടം അയ്യലിക്കോ. 1000 വട്ടം യാ റഹ്മാൻ 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 എലിക്കോ. യാ റഹീം യാ റഹീം യാ റഹീം യാ റഹീം യാ മലിക് യാ മലിക് യാ മലിക് യാ മലിക് 1000 വട്ടം ചെല്ലിക്കോ. യാ ഖുദ്ദൂസ് യാ ഖുദ്ദൂസ് യാ ഖുദ്ദൂസ് യാ ഖുദ്ദൂസ് ചെല്ലിക്കോ. ഇടക്കിടക്ക് എന്തും ചെയ്തോ ദ്വാരക്ക്. ഈ ദ്വാരക്കൽ 1000 ഞാൻ ഉദാഹരണം പറഞ്ഞ 100 കഴിഞ്ഞാൽ ദ്വാരണോ? ഓരോ 100 കഴിയുമ്പോഴും അല്ലാഹ് നിന്റെ കാര്യം നിനക്കറിയാലോ, ജിന്റെ കാര്യം റാഹത്താക്കി തരണേ, പിന്നെയും ചൊല്ലി. ഇനി മൊബൈൽ മാറ്റിയേക്കണം. മൊബൈൽ നോക്കി അതിന് കഴിയൂല. ഇതിന് നമ്മളെ തട്ടിത്തിരിക്കാൻ വേണ്ടി പടിഞ്ഞാറുകാളായ തമ്മാടിക്കൂട്ടങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ത്? ഈ മൊബൈൽ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ കുട്ടികളെ? വളരെ ചിന്തിക്കണം. ഇതൊന്നും സുഖങ്ങളും സൗകര്യങ്ങളും അല്ല, ഇതൊക്കെ നരകത്തിലേക്കുള്ള എടുക്കലാണ്, സ്വർഗത്തിനുള്ള അകൽച്ചയാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാൻ കഴിയും, ഇതൊക്കെ നമുക്ക് കഴിയും. ഇത് നിങ്ങൾ മറക്കരുത്. വലില്ലാഹി, അല്ലാഹുവിനുണ്ട് അൽ അസ്മാഉൽ ഹുസ്ന, സുന്ദരമായ നാമങ്ങളുണ്ട്. ഫദ്ഉഹു, അർത്ഥം വെക്ക്. ഫദ്ഉഹു, നിങ്ങൾ ദുആ ഇറക്കുക. ഹു, അവനോട്. ബിഹാ, ഈ അസ്മാഉൽ ഹുസ്ന വെച്ചിട്ട്. അല്ലാഹ് പറഞ്ഞല്ലേ? ഇതൊക്കെ നമുക്ക് അറിയില്ലേ? മൻ അഹാത ബിഹാ ദഖലൽ ജന്ന, പൂർണ്ണമായി ഒരാൾക്ക് അറിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കിടക്കും. ഒരഭിപ്രായം മനപ്പാടാക്കലാണ്. അസ്മാഉൽ ഹുസ്ന മനപ്പാടുള്ളോ എവിടെ ഉണ്ടാവും? സ്വർഗത്തിലുണ്ടോ? അല്ലെങ്കിൽ ഇന്നെ മനപ്പാടാക്കിക്കളാം. മനപ്പാടാക്കി വെച്ചാലും പോരെ, അതങ്ങനെ എടുക്കണം എപ്പോഴും. ഒരു വട്ടെങ്കിലും രാവിലെയും വൈകുന്നേരം പൂർണ്ണമായി ചെല്ലുക. പിന്നെ ബാക്കി എനിക്ക് ഏത് ഇസ്മാണോ ആ ഇസ്മു. യാ മലിക് യാ മലിക് യാ മലിക് യാ മലിക് യാ മലിക് യാ മലിക് യാ ഖുദ്ദൂസ് യാ ഖുദ്ദൂസ് യാ ഖുദ്ദൂസ് യാ ഖുദ്ദൂസ് യാ സലാം യാ സലാം യാ സലാം യാ മുഅ്മിൻ യാ മുഅ്മിൻ യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ മുഹൈമിൻ. എനിക്ക് സൗകര്യം പോലെ ചെല്ലിക്കോ. എൻ്റെ നാവ് എളുപ്പമാണ്, അത് എളുപ്പമാണ്. ആര് പറഞ്ഞിട്ടുണ്ട്? അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ജിന്നെ അസ്മാഉൽ ഹുസ്ന വെച്ച് തേടിക്കോന്ന്. നീ ഒരാളും പറയേണ്ട ആവശ്യമില്ല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ബാക്കി മൊബൈൽ അവിടെ വെച്ചോ. ഒരു വാക്ക് പറയാം, മറുപടി കഴിഞ്ഞു. അല്ല, ഒറ്റ വാക്ക് മറുപടി.
വെറുതെ ഫോണിൽ കള 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 എന്ന് പറയുന്നു. എന്തിനെങ്ങനെ ഫോണിലാണ് ആവശ്യം വർത്താനം പറയുന്നത്? ഒരു ഫോൺ വന്നു, അതിന് ഉണ്ട് ഇല്ല, മറ്റേ നേരിട്ട് പറയാം. ഇതങ്ങനെ നീട്ടി പറയേണ്ട വർത്താനങ്ങൾ. ചിലർ ഫോണാണ് എടുത്താൽ വെക്കൂല. ചിലർക്ക് പണിയേനെ റമദാൻ മാസത്തിൽ നോമ്പ് ഒറ്റ ഇന്നലെ എന്തേനും അത്താഴത്തിന് ഇന്നലെ എന്തേനും എന്തായിട്ട് എന്താ കാര്യം? ഓളല്ലേ തിന്ന് നേരെ പോലത്തെ വരുത്തി മറ്റൊക്കെ ഫോൺ ചെയ്യാം. അല്ല ഇന്നലെ അത്താഴത്തിന് എന്തേന് ഓളെന്ത് തിന്നു അതിനെനക്കെന്താ? ഇജ് എന്ത് തിന്നു എനക്കെന്താ? ഓക്കെന്താ? അല്ല പറയാനുള്ളപ്പോൾ തന്നെയാണല്ലോ. അല്ലാതെ ഐക്യരാഷ്ട്രസഭയിലെ കാര്യമോ ഗസയിലെ കുട്ടികളെ രക്ഷപ്പെടുത്തുന്ന കാര്യമൊന്നും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കൂടി പറയാനില്ലല്ലോ. അതിനിപ്പോഴോട്ട് പറ്റുന്ന ആളുമല്ല. അതിങ്ങനെ പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നേ. ഇപ്പം ഇത് കാര്യം ഒരു ഫോണ് ആവശ്യമല്ലേ? ഇന്നത്തെ കാലത്ത് ആവശ്യമാണ്. ഒരു വാക്ക് പറയാം, കട്ട് ചെയ്യുക, കഴിഞ്ഞു. വർത്താനം പറയാൻ കൊണ്ട് വർത്താനം പറയേ വേണ്ട, നല്ലതുമല്ല. അപ്പം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ആവശ്യമില്ലാതെ അതൊക്കെ ഒഴിവാക്കൽ നിർത്തുക. നമുക്ക് നമ്മളെ പണിയെടുക്കാം. ഇനി ഖുർആൻ ഓതാനൊന്നും കയ്യിൽ അതൊന്നും എനിക്ക് നേരെ കിട്ടിയില്ലെങ്കിലും ഇവിടെ ഒരു അസ്മാഉൽ ചൊല്ലിക്കൂടെ, കുറച്ച് സ്വലാത്ത് ചൊല്ലിക്കൂടെ? അള്ളാഹ് റസൂലിൻ്റെ മാസമല്ലേ? അള്ളാഹു തന്നെ നമുക്ക് തുറന്ന് തരട്ടെ. പിന്നെ അള്ളാഹു ഒരിക്കലും വെറുതെയാക്കൂല. ഒരു വാക്ക് അള്ളാഹ് എന്ന് പറഞ്ഞാൽ വെറുതെയാക്കൂല. റഹ്മാൻ എന്ന് പറഞ്ഞാൽ വെറുതെയാക്കൂല. ഒരു സലാത്തില്ലേ വെറുതെയാക്കൂല. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ വെറുതെയാക്കൂല. സുന്നത്തിന് ഫർദിൻ്റെ കൂലിയല്ലേ? ഇത് റമദാൻ കഴിഞ്ഞല്ലോ. മനസ്സിലാണ്ട് പറഞ്ഞ് ചിന്തിക്കുക. അള്ളാഹു തല തൗഫീഖ് തരട്ടെ. ഒറ്റരാവ് ഇരട്ടരാവുന്നൊന്നും ഇപ്പം നോക്കണ്ട. ഏതോ സെക്കൻഡ് ചിലവാക്കുക. അത് അവസാന സമയത്ത് ഒന്നും കൂടി ശ്രദ്ധിക്കാത്തേ ഉള്ളൂ. ഇപ്പം തന്നെ ശ്രദ്ധിച്ചാൽ പിന്നെ ഒന്നും കൂടി നടേണ്ട ആവശ്യമില്ല. എന്നും നമ്മൾ ശ്രദ്ധിക്കും. 1 മുതൽ 30ൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവും ചെയ്യും. പിന്നെ നമ്മൾ സൂക്ഷിച്ചാൽ ഉദാഹരണം ഇന്ന് ഒരു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 1000 വട്ടം ചെല്ലുക. ഉദാഹരണം ഒരു അമല് പറഞ്ഞുതരാം. ഇന്ന് എത്ര നോമ്പ്? 1. എന്തിനായി ചെല്ലേണ്ടത്? എന്താ നിയത്തേണ്ടത്? റബ്ബേ, ഈ കൊല്ലത്തെ റമദാനിൽ 1 ജീവിക്കാൻ നീ എനിക്ക് അവസരം വന്നു. ലക്കൽ ഹംദ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹ്. 1000 വട്ടം ചെല്ലിക്കും. 1000 വട്ടം നിർദ്വാർന്ന് പഠിച്ചോനെ, ജിത് എനിക്ക് വന്ന ഭാഗ്യമാണ്. എന്ത് പഠിച്ചോനെ നമ്മൾ ഇന്നലെ മരിപ്പിച്ചൂടെ? പറയാ, ഇന്നലെ റബ്ബിനെ നമ്മളെ മരിപ്പിക്കാലോ. അപ്പൊ ഈ കൊല്ലത്തെ റമദാൻ 1 ഈ സായത്തെ വരെ നമ്മൾ ജീവിച്ചില്ലേ? അൽഹംദുലില്ലാഹ്. അപ്പോൾ ആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ശുക്രായിട്ട് 1000 വട്ടം ചൊല്ലിക്കോ. എന്നിട്ട് ദുആ ഇറക്കുക. എന്ത്? ഈ റമദാൻ പഠിച്ചോനെ, എനിക്ക് എമ്പാടും നിന്റെ പരിശുദ്ധമായ നന്മ വാരിക്കൂട്ടാൻ അവസരം എനിക്ക് തരണേ. എന്നെ ശൈത്താൻ പേപ്പിക്കരുതേ. ഇന്ന് 1ൻ്റെ അന്നാണ് ദുആ ഇറന്നാൽ അള്ളാഹു നീതിമാനല്ലേ? ഈ കൊല്ലം അതിൻ്റെ നന്മ ഉണ്ടാവും. ഈ കൊല്ലം ഇന്ന് ചെയ്യേണ്ട പണി ഇന്ന് ചെയ്യേണ്ട പണിയാണ്. ഇന്ന് ചെയ്യേണ്ട പണിയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇന്ന് ചെയ്യേണ്ട പണിയാണ്. എന്ത്? അൽഹംദുലില്ലാഹ്. ശുക്ർ ചെയ്യുക. ആർക്ക്? അല്ലാഹു. ദീൻ എന്ന ശുക്രല്ലേ? ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇന്ന് ശുക്ർ ചെയ്യുക. 1000 വട്ടം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 1000 വട്ടം ഇല്ല, 20 മിനിറ്റ് മതി. 20 മിനിറ്റ് മതി 1000 വട്ടം ചെല്ലാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 20 മിനിറ്റ് കൊണ്ട് 1000 വട്ടം ചെല്ലാൻ. എന്നിട്ട് റബ്ബിനോട് എന്ത് പറയുക? റബ്ബേ, ഈ കൊല്ലത്തെ റമദാനിലെ 1ൻ്റെ അന്ന് ജീവിക്കാൻ നീ എനിക്ക് അവസരം തന്നു. അൽഹംദുലില്ലാഹ്. ഈ റമദാൻ എനിക്ക് പൂർത്തിയാക്കി തരണമേ റബ്ബേ. എനിക്കും ഈ റമദാന് എൻ്റെ അമൽ ചെയ്യുന്നത് തടസ്സപ്പെടുത്തുന്ന ഒന്നും എനിക്ക് ഉണ്ടാകരുത് റബ്ബേ. അപ്പോൾ റബ്ബ് അത് സ്വീകരിക്കും. ഇന്നിപ്പം നാളെ കുട്ടി ആക്സിഡൻറ്റിലായ 1 മാസം ആശുപത്രി കിടന്നില്ലേ? ചുറ്റിപ്പറ്റിയില്ലേ? പല അമൽ മുടങ്ങിയോ ഇല്ലേ? മനസ്സിലാണ്ടേ പറഞ്ഞത്? നമ്മളെ അമൽ മുടങ്ങരുത്. എന്ത് നടന്നാലും നമ്മളെ അമൽ മുടങ്ങരുത്. എന്ത് നടന്നോട്ടെ, നമ്മളെ അമൽ മുടങ്ങരുത്. അല്ലാഹു തആല അപ്പോൾ നമ്മൾ ഉള്ളതിന് എന്ത് കാണിക്കണം? ശുക്ർ ചെയ്യണം. ലഇൻ ശകർതും ലഅസീദന്നക്കും. നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് സൗകര്യം കൂട്ടിത്തരും അല്ലാഹു പറഞ്ഞിട്ടില്ലേ? അപ്പം ഇന്ന് ചെയ്യണം ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏത് കിതാബിലാണ്, ഏത് ബുക്കിലാണ്? എന്നോട് ചോദിക്കുന്നതൊക്കെ എൻ്റെ രീതി പോലെ ഞങ്ങളോട് പറഞ്ഞെന്നാണ്. ഒരു അമൽ അവസരം തന്നാൽ ആദ്യം ചെയ്യേണ്ടത് ശുക്രാണ്, കഴിഞ്ഞാൽ ചെയ്യേണ്ടതും ശുക്ർ തന്നെയാണ്. ഈ റമദാൻ 30 കഴിഞ്ഞ് പെരുന്നാൾ രാവിലെ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എന്ത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് ആ ബുക്കിലും ഏറ്റിലും എഴുതേണ്ടതല്ല, നമ്മളെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ടതാണ്.
പഠിച്ചോനെ ഈ കൊല്ലത്തെ റമദാൻ 30 നോമ്പ് വിൽക്കാൻ കഴിഞ്ഞു റബ്ബേ, ഒരുപാട് അമൽ ചെയ്യാൻ കഴിഞ്ഞു, ഇത് സ്വീകരിക്കണം റബ്ബേ, നിനക്ക് നന്ദിയാണ്, നന്ദിയാണ്, എൻ്റെ അമൽ ചെയ്തിട്ടുണ്ട് എൻ്റെ തൗഫീഖ് കൊണ്ട്, സ്വീകരിച്ചോല്ലേ എനിക്കറിയില്ല, പക്ഷെ കരുണയുള്ള നീ എനിക്ക് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അതാണ് റമദാൻ അവസാനിക്കുമ്പോൾ പറയാനുള്ളത്. എന്തും പറയാനുള്ളത് നന്ദിയാണ്. ആരോട്? അള്ളാഹിനോട്. ഇന്നിപ്പോൾ ഒന്നിലായില്ലേ, നീ നന്ദി ചെയ്താൽ ലൈൻ ശക്കർത്തും ലാസീദന്നക്കും എന്നൊക്കെ ഞാൻ കൂട്ടിത്തരും. അപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ നോമ്പ് വെക്കാൻ അമൽ ചെയ്യാൻ സൗകര്യം ആര് ചെയ്തു തരും? അള്ളാഹു. അപ്പം നാവിനെ ശ്രദ്ധിക്കുക. ഇതാണ് രണ്ടാമത് പറഞ്ഞത്. ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ വായിച്ചുതരാം. ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ വകാന സിയാമുൽ മുജ്തഹിദീന മിൻ ബനി ഇസ്രായീൽ ബിൽ ഇംസാക്കി അനി ത്വആമി വൽ കലാമി. ബനു ഇസ്രായേലികളിലെ നോമ്പ് നോറ്റവരുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ ബിൽ ഇംസാക്ക് കൊണ്ടാണ്. അനി ത്വആമി ഭക്ഷണത്തിനെ തൊട്ടും, വൽ കലാമി സംസാരത്തെ തൊട്ടും. ഹത്താ യുംസിയ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാനും പാടില്ല, മിണ്ടാനും പാടില്ല. നമുക്ക് ഭക്ഷണം മാത്രമാണ് അല്ലാഹു തആല ഹറാമാക്കി സംസാരിക്കുക. അതൊരു റുഖ്സയാണ്, അതൊരു ഇളവാണ്. മനസ്സിലായില്ല? നമ്മളെ യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് നോമ്പുണ്ട്, നിങ്ങളെ മുൻഗാമികൾക്ക് നോമ്പുണ്ടായിരുന്നു. മുൻഗാമികളെ നോമ്പിൽ എന്ത് മാത്രമല്ല ഹറാമ്, ഭക്ഷണം വെള്ളം മാത്രമല്ല, എന്തും ഹറാമായിരുന്നു. മിണ്ടാൻ പാടില്ല. ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, ഞാൻ അല്ലാഹു തആലക്ക് നോമ്പ് വിൽക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട് എന്ന് മറിയം ബീവി വന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ ജനം അംഗീകരിക്കൂല. അതിനിപ്പോൾ എന്നോട് തിന്നാൻ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, ഈ കുട്ടീനെ എവിടുന്ന കിട്ടി വർത്താനം പറയാൻ, അങ്ങനെയല്ലേ? മനസ്സിലായില്ല? ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഇന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ഇന്ന് കലാം എന്തല്ല, ഹറാമല്ല. പണ്ട് കലാമു ഹറാമാണ്. അപ്പം ഞമ്മക്കൊരു ഇളവ് തന്നു. എന്ത്? കലാമ്. ഈ ഇളവ് പറഞ്ഞാൽ എന്തിൽ മാത്രം? നന്മ മാത്രം പറയാം, തിന്മ പറയാൻ പാടില്ല. ഓൽക്ക് മിണ്ടാൻ തന്നെ പാടില്ല. നമുക്ക് നല്ലത് മിണ്ടാ, ചീത്ത മിണ്ടാൻ പാടില്ല. ഇത് റുഖ്സാണ്, ഇളവ്. ഒരു കാര്യത്തിന് ഇളവ് വന്നാൽ അത് അതിൻ്റെ അളവിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് റുഖ്സാണ്. പഴയ കാലത്ത് കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളെ മുമ്പുള്ളവർക്കും നോമ്പുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണവും പാടില്ല, വെള്ളവും പാടില്ല, സംസാരം പാടില്ല. നമുക്ക് ഭക്ഷണം വെള്ളം പാടില്ല, സംസാരം ഹലാലാക്കി. അപ്പൊ ഇളവാണ്. ഒക്കെ ഇളവാണ്. ഇളവ്. ഉഹില്ല ലക്കും ലൈലത്ത സിയാമി റഫസു ഇലാ നിസായിക്കും. ഭാര്യ ഭർത്താക്കന്മാരുടെ ശാരീരിക ബന്ധം നോമ്പ് കാലത്ത് ഹലാലാണ്. അത് റുഖ്സാണ്. ഈ റുഖ്സ പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? അവർ ആവശ്യമായ അളവിൽ മാത്രം എടുക്കുക. കുറച്ചാലെടുക്കുക, കുറച്ചാലെടുക്കാതിരിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും? റമദാൻ അവസാന 10 പെണ്ണുങ്ങളടുത്ത് കിടക്കന്നല്ല. എന്ത് ചെയ്യുന്നു? അപ്പോൾ കഴിഞ്ഞ 20 അത് ഇളവാണ്. ഇളവ് കൂടുതൽ ഉപയോഗിക്കരുത്. നിങ്ങളെൻ്റെ കൂടെ ഇല്ല. ആദ്യ കാലത്ത് പെണ്ണുങ്ങളോട് കൂടെ കിടക്കാനും പാടില്ലായിരുന്നു ഭർത്താക്കന്മാർക്ക്. ആദ്യകാലം നോമ്പ് വന്നപ്പോൾ. പിന്നെ അൽ ബഖറ 287 ആയത്തിൽ അത് ഹലാലാക്കി. അതാണ് ഉഹില്ല ലക്കും, നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടു. നിങ്ങളെ മുമ്പുള്ളവർക്കോ ഹറാമാണ്. നോമ്പ് കാലത്ത് ഒക്കെ ഹറാമാണ്. യാവും പകലും പെണ്ണുങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല. നിങ്ങൾക്ക് ഹലാലാക്കി. ഉഹില്ല ലക്കും ലൈലത്ത പകലിൽ ഹറാമാണ്, രാത്രി ഹലാലാണ്. അപ്പൊ അതെന്താണ്? ഇളവാകുമ്പോൾ പ്രശ്നം. ഇളവാകുമ്പോൾ ഒരു അനിവാര്യമായ അളവല്ലാതെ നിൽക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സ്ഥിരം 20 മുതൽ 30 വരെ ഭാര്യൻ്റെ പങ്കെടുക്കൂല. ഫി റമദാൻ അല്ലദി തൂഫിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ, റസൂലുള്ള വഫാത്തായ ആ റമദാനിൽ 20 ദിവസം, സാധാരണ 10 ദിവസം, അക്കൊല്ലം 20 ദിവസം തിരിഞ്ഞിട്ടില്ല. 63-ാമത്തെ വയസ്സിലല്ലേ വഫാത്താണ്. അക്കൊല്ലത്തെ റമദാൻ റസൂലുള്ള എത്ര ദിവസം പെണ്ണുങ്ങളൊപ്പം കിടന്നില്ല? 20 ദിവസം. സാധാരണ എത്ര ദിവസം കിടക്കൂല? 10 ദിവസം. കാരണം ഇതെന്താണ്? റുഖ്സാണ്. പറയാ കുട്ടി, ഇതെന്താണ് റുഖ്സ? എന്ത് റുഖ്സ ആവശ്യത്തിന് എടുക്കാൻ പാടുള്ളൂ. ഉഹില്ല ലക്കും ലൈലത്ത സിയാമി റഫസു ഇലാ നിസായിക്കും. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഹലാലാണെങ്കിലും കിടക്കാൻ
കിടക്കാതിരിക്കൽ നല്ലതാണ്. അങ്ങനത്തെ ഒരു കാലമുണ്ട്, അത് അവസാനത്തെ 10. അത് കാന യഫഅലുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ റസൂലുള്ളാഹിന്റെ രീതി. ഫീ സനത്തിൻ തുവഫി ഫിഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ റസൂലുള്ളാഹി വഫാത്തായ ആ കൊല്ലത്തിൽ റസൂലുള്ളാഹി എത്ര ദിവസമാണ്? 20 ദിവസം ഭാര്യമാരൊപ്പം കിടന്ന തന്നെയല്ല. ഭാര്യമാർ ആ പള്ളിൻ്റെ ചെരുവിൽ താമസിക്കുന്നുണ്ട്, അവിടേക്ക് പോകില്ല. കാരണം ഇതെന്താണ്? റുഖ്സയാണ്. റുഖ്സ എന്ന് പറഞ്ഞാൽ ഇളവാണ്. മനസ്സിലായില്ല കുട്ടികളെ? അപ്പോൾ പഴയ കാലത്തെ ബനു ഇസ്രായേലി ജനതക്ക് ഭക്ഷണം പോലെ ഹറാമാണ് എന്തും സംസാരവും. നിങ്ങൾക്ക് അല്ലാഹു തആല എന്താക്കി? സംസാരം ഹലാലാക്കിയാൽ അത് റുഖ്സയാണ്. അപ്പം നിങ്ങൾ ആവശ്യത്തിനെ എടുക്കാൻ പാടുള്ളൂ. റുബ്ബ സ്വായിമിൻ ലൈസ ഫീ സിയാമിഹി ഇല്ലൽ അത്ശ് വജ്ജൂ. എത്ര ആളുകളുണ്ട് ദാഹവും വിശപ്പ് മാത്രമേ ഓല നോമ്പിനുള്ളൂ, വേറൊന്നുമില്ല. എന്തുകൊണ്ട്? സംസാരത്തിന് ഒരു ലക്കുലകാനുമില്ല. അപ്പോൾ സംസാരം നിയന്ത്രിക്കണം. പഴയ പലത്തെ നോമ്പ് ഇന്നി നദറതു ലിർറഹ്മാനി സൗമ സംസാരിക്കൂല എന്ന് കിതാബിലുണ്ട്. യഹ്യാ നബി ജനിക്കുന്ന മുമ്പ് സക്കരിയ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് വിൽക്കാൻ വേണ്ടി പറഞ്ഞു. മിണ്ടാൻ തന്നെ കഴിഞ്ഞില്ല എന്നാണ്. മിണ്ടാൻ ഖാല റബ്ബി ജഅൽ ലി ആയ ഖാല ആയതുക അല്ലാ തുകല്ലിമ الناس 3 ലയാലി. 3 ദിവസം ആരോടും മിണ്ടാൻ കഴിയൂല. നമുക്ക് യഹ്യ എന്നൊരു കുട്ടി ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞ് സക്കരിയ നബിയോട് പറഞ്ഞു. സക്കരിയ നബി ചോദിച്ചു, ഖാല റബ്ബി ജഅൽ ലി ആയ, എനിക്ക് തെളിവുണ്ട റബ്ബേ, എൻ്റെ വമ്രാത്തി ആഖർ, എൻ്റെ പെണ്ണുങ്ങൾ വലിയ വൃദ്ധയായിട്ടുണ്ട്, മച്ചിയാണ്, അവൾ പ്രസവിക്കൂല. ഞാനാണെങ്കിൽ ഷെയ്ഖുമാണ്, വയസ്സനുമാണ്, പിന്നെ എങ്ങനെ കുട്ടികളുണ്ടാണ്? റബ്ബി ജഅൽ ലി ആയ, എന്നൊരു തെളിവുണ്ട് റബ്ബേ, അല്ലാ തുകല്ലിമ الناس 3 ലയാലി. 3 ദിവസം നിങ്ങൾക്ക് മിണ്ടാൻ തന്നെ കഴിയൂല. ആ 3 ദിവസം നോമ്പ് പറ്റുമാര്? സക്കരിയ നബി മിണ്ടാൻ കഴിഞ്ഞതുമില്ല. ഒരാൾപ്പഴം മിണ്ടൂല. അവർ നുത്തക്ക് വരെ ഒഴിവാക്കും, സംസാരം വരെ ഒഴിവാക്കും നോമ്പ് പറ്റാൽ. അപ്പോൾ നമുക്കിത് ഇളവാണ്. അപ്പോൾ ആവശ്യത്തിനല്ലാതെ സംസാരിക്കരുത്. അതേ സമയത്ത് വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്തി ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. അവിടെ പറഞ്ഞ വർത്താനം നിങ്ങൾ കണ്ടില്ലേ? ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഞാൻ ആരോടും മിണ്ടൂല, മനുഷ്യനോട് മിണ്ടൂല. മിണ്ടും ആരോട്? അള്ളാഹിനോട്. അപ്പം ഈ ഇങ്ങനെയുള്ള മുണ്ടൽ നിർത്തി ഇങ്ങനെയുള്ള മുണ്ടലാ കൂട്ടി. മിണ്ടണ്ടേ? മിണ്ടും. ആരോട് മിണ്ടും? അള്ളാഹിനോട് മിണ്ടും. അത് നോക്കി നിങ്ങൾ അവിടെ വർത്താനം. ഞാൻ ആരോടും മിണ്ടൂല എന്ന് പറഞ്ഞു. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഞാൻ മനുഷ്യന്മാരോട് മിണ്ടൂല. എനിക്കിന്ന് എന്താണ് പറയും? ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, എനിക്കിന്ന് നോമ്പ് നോൽക്കൽ നേർച്ചയാണ്. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, അതുകൊണ്ട് ഞാൻ ആരോട് മിണ്ടൂല, മനുഷ്യന്മാരോട് മിണ്ടൂല. അപ്പം മുൻഗാമികളുടെ രീതിയാണ് എന്ത്? അവർ നോമ്പ് വെച്ചാൽ മനുഷ്യന്മാരോട് മിണ്ടൂല. ആരോട് മാത്രം? വർത്താനൊക്കെ ആരോട്? അള്ളാഹിനോട്. അപ്പം അതിൻ്റെ ഭംഗിയത്രേ. ഇവിടുത്തെ വർത്താനൊക്കെ നിർത്തി, ഇവിടുത്തെ ഹോട്ടലൊക്കെ പൂട്ടി, ഇവിടുത്തെ വർത്താനം നിർത്തി. വർത്താനൊക്കെ ആരോട്? അല്ലാഹ്. എത്ര ഭംഗിയാണ്! അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നീട്ടുന്നില്ല. നോമ്പിന് ഓതേണ്ട ആയത്തുകൾ സൂറത്തുകളൊക്കെ ഒന്ന് കടലാസിൽ എഴുതി വെക്കണം. ഞാൻ ശനിയാഴ്ച പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഓരോന്ന് പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. നാളെ അള്ളാഹ് ക്ലാസ്സാണ്. ശനിയാഴ്ച അള്ളാഹ് ക്ലാസ് അതിന് കൃത്യസമയത്ത് തന്നെയാണ്. വെള്ളിയാഴ്ച അല്ലേ? അത് രാവിലെ 7 മണിക്ക് തുടങ്ങി 9 മണിക്ക് അവസാനിക്കും. സ്ഥിരം തന്നെ, സ്ഥിരമുള്ളതുപോലെ തന്നെയാണ്. ശനിയാഴ്ച മുതൽ 8-8:30 ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഖുർആൻ സഹായിക്കണം. എല്ലാ ദിവസവും ഒരു ബക്കറ്റ് പിരിവിൽ പോലെ ഒരു പൈസ അതിൻ്റെ ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾ കയറ്റിയിടണം. നിങ്ങളാൽ കഴിയുന്ന സംഭാവന കാര്യമായ സദഖകളൊക്കെ സ്ഥിരമായി ചെയ്യണം. മകൻ്റെ +2 പരീക്ഷ പാസ്സാവാനും ശമ്പളം കൂടി കിട്ടാൻ 2000 രൂപ ഒരാൾ. അല്ലാഹു തആല അദ്ദേഹത്തിന് ശമ്പളം കൂട്ടി ജോലിയിൽ അല്ലാഹു തആല ഖൈർ കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ +2 പരീക്ഷ പാസ്സാകാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ദുആ ചെയ്യാൻ അനുഭവി 500 രൂപ. അല്ലാഹു തആല അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ സാധിപ്പിച്ചു കൊടുക്കട്ടെ. മസ്കറ്റിലുള്ള സഹോദരൻ ഖത്മുൽ ഖുർആൻ സദസ്സിലേക്ക് പറഞ്ഞ 10 കിലോ ഇറച്ചിയുടെ പൈസ 3200 രൂപ തന്നിട്ടുണ്ട്. ജോലിയിൽ ബറക്കത്തിന് വേണ്ടി അല്ലാഹു അദ്ദേഹത്തിന് ജോലിയിൽ ബറക്കത്ത് കൊടുക്കണമേ റബ്ബേ, ജോലിയിൽ ബറക്കത്ത് കൊടുക്കണമേ റബ്ബേ. ഒരു സഹോദരൻ്റെ ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ, കടം വീടാനും അള്ളാഹുവെ ജോലി ബർക്കത്തും കൊടുക്കണേ, കടം വീട്ടി കൊടുക്കണമേ റബ്ബേ. ഓൺലൈനിൽ ദാറുൽ ഖുർആനിലേക്ക് സംഭാവന ചെയ്തവർ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഖൈറും റഹ്മത്തും നൽകി എല്ലാവരും നിൻ്റെ പൊരുത്തത്തിലാക്കണമേ റബ്ബേ. എന്തെങ്കിലും
എന്തെങ്കിലും ദാറുൽ ഖുർആനിലേക്ക് സാസിലേക്ക് ഉണ്ടെങ്കിൽ കൊടുത്തോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദുല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദുല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദുല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. 8:30 മണിക്ക് ആരംഭിക്കും. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. പിന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ മാത്രമല്ല, അത് ഒരു കാര്യം പറയില്ല. അറിയേണ്ട അത്യാവശ്യ കാര്യങ്ങൾ പറയും. പിന്നെ പൊതു കാര്യങ്ങളാണെങ്കിലും റമളാനുൽ മുഹമ്മദിയ എന്ന ക്ലാസ് ഈ കൊല്ലം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു റസൂലിൻ്റെ ചില രഹസ്യവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കഴിഞ്ഞ കൊല്ലം ക്ലാസ് റമളാനുൽ മുഹമ്മദിയ ക്ലാസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ റബീഉൽ മുഹമ്മദി എന്ന ക്ലാസ് കഴിഞ്ഞ റബീഉൽ അവ്വൽ ഉണ്ടായിട്ടുണ്ട്. ഈ കൊല്ലം ഉണ്ട് റമളാനുൽ മുഹമ്മദിയ. അല്ലാഹു റസൂലിൻ്റെ ഖസായിസുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, അതൊക്കെ നമ്മളെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അത്യാവശ്യ കാര്യങ്ങൾ, അത്യാവശ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുക. ഓരോന്നും ഫാത്തിഹ സൂറത്ത് ഉപയോഗിക്കേണ്ട രീതികൾ, അതുകൊണ്ടുണ്ടാകുന്ന ചില ഫലങ്ങൾ, അതൊക്കെ ഈ കൊല്ലം പറഞ്ഞു തരും. ഒരുപാട് ഫലങ്ങൾ ഒക്കെ ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തിയാൽ കുടുങ്ങിയ സമയത്ത് ഉപയോഗിക്കേണ്ട രീതി, ഉപയോഗിക്കേണ്ട എണ്ണം ഒക്കെ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല എല്ലാം റാഹത്താക്കി തരട്ടെ. അപ്പം അങ്ങനെ പലതും ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതേണ്ട ആയത്ത്, ശ്രദ്ധിക്കേണ്ട സൂറത്തുകൾ, കാര്യങ്ങളൊക്കെ ശനിയാഴ്ച റമളാൻ മാസത്തിൽ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, ഓതേണ്ട സൂറത്തുകൾ, ആയത്തുകളൊക്കെ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അത് അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ച് അവനവനെ ഉപയോഗിക്കാം. അതിൽ ഖൈറുണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ അതുപോലെ അത്യാവശ്യ കാര്യങ്ങളെ പറയുള്ളൂ, അനാവശ്യമായ ഒന്നും പറയില്ല. അത്യാവശ്യ കാര്യങ്ങളെ പറയുള്ളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.